ഹലോ, ഈ വീഡിയോ ആണെങ്കിൽ കുറച്ച് നാൾ മുമ്പെടുത്ത വീഡിയോ ആണ്. കുറച്ചധികം വലിയ വീഡിയോ ആയിരുന്നുകൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ ഫ്രണ്ട് അനഘ. നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്ത് ഫ്രണ്ട്സ് ആയവരാണ്. അപ്പം നമുക്ക് യൂഷ്വലി സാറ്റർഡേസ് ഓഫ് ഡേ ആണ്. അപ്പം അങ്ങനത്തെ ഒരു സാറ്റർഡേ ആണ് ഇന്ന്. യൂഷ്വലി ഞങ്ങൾ മോസ്റ്റ് സാറ്റർഡേസും വീട്ടിൽ പോകാറുണ്ട്. പക്ഷെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കൊച്ചിയിൽ നിൽക്കാറുള്ളൂ. ഇന്നലെ ഓഫീസിൽ കുറച്ച് സെലിബ്രേഷൻസും ഇവൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് PG എത്തിയപ്പോൾ നല്ല ലേറ്റായി. അതുപോലെ നല്ല ടയേർഡും ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോകാൻ പറ്റിയില്ല. വീട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ചു വരണം. അത് അതിലൊരു ഹെക്റ്റിക് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ ആഫ്റ്റർനൂൺ ആകാറായപ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് PG ഇറങ്ങി. നമ്മൾ ബ്രോഡ്വേ മറൈൻ ഡ്രൈവ് ഭാഗത്തോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ബ്രോഡ്വേയിൽ ഒന്ന് കയറി അവിടെ ജസ്റ്റ് കയറി ഇറങ്ങി പോന്നു. അത് കഴിഞ്ഞിട്ട് ബിരിയാണി ലവറായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞ നല്ല സ്പോട്ട് ഉണ്ടെന്ന് ബിരിയാണി കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നല്ലൊരു ബിരിയാണിയും കഴിച്ചിട്ട് നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലോട്ട് പോന്നു. ഇവിടെ എത്തിയപ്പോഴത്തേന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ്റർഡേ ആയതുകൊണ്ടായിരുന്നു ഇത്രയും റഷ് ഉണ്ടായിരുന്നതെന്ന്. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, കുറച്ച് നടന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. വീക്ക്ലി സാറ്റർഡേ ലീവ് കിട്ടുന്നത് തന്നെ നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ഇത്രയും ഒരു ഡേയ്സ് നമുക്ക് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പ്രഷറും ഹെക്റ്റിക്കും ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് സാറ്റർഡേ ആണ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാറ്റർഡേ നമ്മൾ ഇങ്ങനെ നല്ലതായിട്ട് സ്പെൻഡ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോയി. ജസ്റ്റ് അവിടെ പോയി ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകാൻ ഓർത്തു. കാരണം അത് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കിയപ്പോഴത്തേന് പിള്ളേരുടെയൊക്കെ സ്കേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറച്ചും കൂടെ നടന്നപ്പോഴത്തേനും ഇതാ അവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കയാക്കിങ് അല്ല, പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ എന്താണെന്ന് കറക്റ്റ് മറന്നുപോയി. അപ്പം അറിയാമായിരുന്നു, ഇപ്പം മറന്നുപോയത് ഈ ഒരു സാധനം. അപ്പോൾ ഞങ്ങൾ ഓർത്ത് അതിലൊന്ന് കയറാമെന്ന്. അപ്പം ഞങ്ങളതിന് ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏതായാലും കറക്റ്റ് ടൈമിൽ എത്തിയത്. കാരണം ഒരു 5 മിനിറ്റും കൊണ്ട് ലേറ്റ് ആവുമായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ലായിരുന്നു. കാരണം എൻ്റെ ക്ലോസിംഗ് ടൈം ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചവിട്ടുന്ന ഒരു പരിപാടിയിലോട്ടായത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും ഒത്തിരി പോയിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നല്ലൊരു വൈബായിരുന്നു. അതുപോലെ ഇതൊരു ഈവനിങ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു മനോഹരവും ഉണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. മറ്റേ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയവും അങ്ങനത്തെ ഒരു ടൈമായിരുന്നു അത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ PG പോകാനായിട്ടാണ് പോയത്. നമ്മൾ എത്ര നല്ല ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് എത്ര നല്ല അറിയാവുന്ന ആൾക്കാരോ ആണെങ്കിലും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ക്യാരക്ടർ മനസ്സിലാകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു പരിധി വരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഓഫീസിൽ നിന്ന് പരിചയപ്പെട്ട് ജസ്റ്റ് ഹായ് ബായ് ബന്ധമായിരുന്നു. അത് ഒരിക്കലും സിങ്ക് ആകാൻ പറ്റാത്ത 2 പേരാണ് ഞങ്ങൾ.